ഹായ് ഗായ്സ്, വെൽക്കം ടു സരിത് ബ്ലോഗ്സ്. ഇന്ന് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പോൾ അതിന് വേണ്ടി ഉണ്ടാക്കിയ കേക്കാണ്. അപ്പം വീഡിയോയിലേക്ക് പോവാം. കേക്ക് ഉണ്ടാക്കാനുള്ള ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് 1 കപ്പ് മൈദയാണ്, പിന്നെ ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂണ്, അതുപോലെ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണ്, പിന്നെ നമുക്ക് വേണ്ടത് ഒരു നുള്ള് ഉപ്പാണ്. ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ചെയ്യാം. ഞാൻ എടുക്കുന്നത് 3 കോഴിമുട്ടയാണ് കേട്ടോ. ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് ഹാൻഡ് മിക്സർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് അത്യാവശ്യം ഇതിപ്പോൾ ഒരു ലൈറ്റ് യെല്ലോ കളർ ആവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മുട്ടയുടെ ആ സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണ് വാനില എസൻസ് ഇതിൽ ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ നമുക്ക് ഈ മുട്ടയുടെ പച്ചച്ചോയ അല്ലെങ്കിൽ സ്മെല്ലൊക്കെ മാറി കിട്ടും. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. ഇത് മുഴുവനായിട്ട് എടുക്കണം. ഇനി നമുക്ക് ഇതൊന്നാടെ വിസ്ക് ചെയ്തുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്തതിന് ശേഷം ഒന്നും കൂടി നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കാം. ഇത് പൊടിച്ചതിനെ കൊണ്ട് പഞ്ചസാര പെട്ടെന്ന് കമ്പാനായിട്ട് അരിഞ്ഞു വരും. അതുകൊണ്ട് കുഴപ്പമില്ല, കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇനി നമുക്കൊരു 1/4 കപ്പ് ഓയിൽ എടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതാണ് കേക്കിന് ബെസ്റ്റ്. ഇതും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാർട്ട് ബൈ പാർട്ടായിട്ട് ഈ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഞാൻ കഴിഞ്ഞ ഇതിലൊക്കെ പറഞ്ഞ പോലെ ഫോൾഡ് ചെയ്ത് കേക്ക് ബാറ്റർ റെഡിയാക്കാം. ഇത് കണ്ടില്ലേ, ഇത് കമ്പൈൻ ചെയ്തപ്പോൾ ഈ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ കിട്ടേണ്ടത്. ഞാനിത് 3 ലെയർ കേക്കാണ് ചെയ്യുന്നത്, 3 ഫ്ലേവറാണ്. അതുകൊണ്ട് ഞാൻ ഈ ഫുൾ ബാറ്റർ ഒരു 3 പാർട്ടായിട്ട് ഈക്വൽ പാർട്ടായിട്ട് 3 ഗ്ലാസ്സിലേക്ക് മാറ്റുന്നുണ്ട്. ഗ്ലാസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് അളവൊക്കെ കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതാണ് ഞാൻ ഗ്ലാസ് എടുത്തത് കേട്ടോ. ഇനി നമുക്ക് 3 ഇൻഗ്രീഡിയൻസ് ആണ്. അത് ഫസ്റ്റ് ഓറഞ്ച്, സെക്കൻഡ് സ്ട്രോബെറി, പിന്നെ 3rd ലെയർ ഞാൻ ചെയ്യുന്നത് ബ്ലൂബെറിയാണ്. ഇങ്ങനെ 3 ഫ്ലേവറിലുള്ള ലെയേഴ്സുള്ള കേക്കാണ്. ഞാൻ ഫസ്റ്റ് ഓറഞ്ച് ഒന്ന് മിക്സ് ചെയ്യാണ്. ഇതുപോലെ ബാക്കിയുള്ള 3 ഫ്ലേവേഴ്സും നമുക്ക് ഈ ബാറ്ററിൽ മിക്സ് ചെയ്യാം. ഇതുപോലെ ബ്ലൂബെറി, സ്ട്രോബെറി, ഓറഞ്ച്, അങ്ങനെ 3 ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഓരോ ലെയർ ചെയ്ത് കാണിച്ചു തരാം. അത് ഫസ്റ്റ് ലെയർ നമ്മൾ പാത്രത്തിലേക്ക് ഒഴിക്കുന്നതിന് മുന്നേ 1 ടേബിൾ സ്പൂണ് ഇളം ചൂടുള്ള പാല് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ഞാനിവിടെ പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ടിന്നിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിലേക്ക് ഒഴിക്കുന്ന തൊട്ട് മുന്നായിട്ട് ഒരു 1/4 ടീസ്പൂണ് വിനീഗർ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ മുഴുവനായിട്ടും പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, ഓവൻ സെറ്റപ്പ്. ഞാൻ ലാസ്റ്റ് കേക്കിൽ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇതൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ആ പാത്രത്തിൻ്റെ മേലേക്ക് നമ്മുടെ കേക്ക് മോൾഡ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് കൂട്ടിയേക്കാം. ഇതുപോലെ ഹോൾ വല്ലതുണ്ടെങ്കിൽ ഇതുപോലെ പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇത് 3 ലെയർ കേക്ക് ഈ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ബ്ലൂബെറിയാണ്, സെക്കൻഡ് സ്ട്രോബെറി, പിന്നെ ഇത് ഓറഞ്ച്. 3 ലെയർ ഞാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. വിപ്പിംഗ് ക്രീം ഒരു പാത്രത്തിലേക്ക് എടുക്കുക. എന്നിട്ട് ഇതൊന്ന് വിസ്ക് വെച്ചിട്ട് നല്ല രീതിയിൽ സ്റ്റിഫ് പീക്ക് ആക്കിയിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലെയറിലേക്ക് കിടക്കാം. ഞാൻ ഫസ്റ്റ് ലെയർ കേക്ക് വെക്കുന്നത് ഓറഞ്ച് ആട്ടോ. ഓറഞ്ച് കേക്ക് വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഞാൻ സിമ്പിൾ സിറപ്പ്, അതായത് ഷുഗർ സിറപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൊത്തമായിട്ട് ഒഴിക്കല, ഉണ്ടാക്കിയാൽ 3/1 ഭാഗം ഷുഗർ സിറപ്പ് ഇതിൽ ഒഴിക്കാം. ഇനി നമുക്ക് വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമാണിത്. ഇത് നമുക്ക് ഫസ്റ്റ് ലെയറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഈ ട്യൂബിൽ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു തിക്നെസ്, ക്രീമിൻ്റെ ഒരു തിക്നെസ് അത്യാവശ്യം ഒന്ന് യൂണിഫോം ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് സ്പാച്ചുലേനെക്കാളും കുറച്ചും കൂടി എളുപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ട്യൂബിലാക്കിയിട്ട് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാന്നേ ഉള്ളൂ, അല്ലാതെ പക്കാ ഷേപ്പൊന്നും ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ആരും കാണാത്ത ഭാഗമല്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലെവലിംഗ് ഒന്ന് റെഡിയാക്കി കിട്ടിയാൽ മതി. ശേഷം നമുക്ക് സെക്കൻഡ് ലെയർ വെക്കാം. ബ്ലൂബെറിയാണ്, ബ്ലൂബെറി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലും അതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. 1/3 ഷുഗർ സിറപ്പ്
ഒഴിച്ചു കൊടുക്കാം. നല്ലോണം കേക്ക് നല്ലോണം സോക്ക് ആവണം, അപ്പോഴാണ് ഇത് നല്ല സോഫ്റ്റ് കേക്കായിട്ട് വരിക. ഇനി നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം വിപ്പിംഗ് ക്രീം വെച്ചിട്ട്. എല്ലാ ഭാഗത്തേക്കും വിപ്പിംഗ് ക്രീം ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ജസ്റ്റ് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഫൈനലായിട്ടുള്ള ലെയറാണ് സ്ട്രോബെറി. ഇതുപോലെ തന്നെ വെക്കുക. വീണ്ടും നല്ല രീതിയിൽ ഷുഗർ, ഇത് കണ്ടില്ല, നല്ല രീതിയിൽ ഷുഗർ സിറപ്പ് വേണം കേട്ടോ, നല്ല സോഫ്റ്റ് ആവണമെങ്കിൽ. ഇനി അതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. ഇനി ഒന്ന് ലെവൽ ചെയ്യുക മേലെ. പിന്നെ ഇനി നമുക്കുള്ളത് സൈഡ്സാണ്. സൈഡിലൊക്കെ അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് സ്ക്രീപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാം. ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഫില്ല് ചെയ്ത് വീണ്ടും ഒന്ന് ലെവൽ ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഗനാഷ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കത് ഓറഞ്ചും വയലറ്റ് കളറായിട്ടൊക്കെ കാണുന്നില്ലേ, ഇത് ഞാൻ ഗനാഷ് ഉണ്ടാക്കിയിട്ട് സാധാരണ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിട്ട് അതിൽ 3 കളർ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് മൂന്ന് പാർട്ടായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തതാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഗനാഷ് സ്റ്റൈൽ കാണുന്നത്. നിങ്ങൾ കാണുന്നില്ല ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഓറഞ്ചും സ്ലേറ്റ് കളറൊക്കെ ആയിട്ട്. അത് ആ 3 കളറിൽ നമ്മൾ കേക്കിൻ്റെ അതേ ഫ്ലേവറിൽ 3 ഫ്ലേവർ ഗനാഷ് ചെയ്തതാണ്. അതിന് മേലെ നമുക്ക് ഇഷ്ടമുള്ള പോലെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനുള്ള വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ടുള്ള ഡിസൈൻസ് ചെയ്യാം. ഇതിപ്പോൾ നമുക്കിപ്പോൾ ഇവിടുത്തെ കുറച്ച് ചൂട് കൂടുതലാണല്ലോ നമ്മുടെ നാട്ടിൽ. അപ്പോൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ടുള്ള ഡിസൈൻസ് കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം അത് വല്ലാതെ അലിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഡിസൈൻ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അങ്ങ് കിട്ടുന്നില്ല. അത് നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. സിമ്പിൾ ഡിസൈൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ചെയ്താൽ മതി. കോംപ്ലിക്കേറ്റഡ് ആക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള ചെയ്ത് ഞാൻ ഉദ്ദേശിച്ച പോലെ ആയിട്ടില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ 3 റോസ് ഫ്ലവേഴ്സ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് 3 എണ്ണം വെക്കുന്നുണ്ട്. ശരിക്കും ഇതിന് ഫ്ലവർ പിന്നുണ്ട്, ഫ്ലവർ നീൽ എന്ന് പറഞ്ഞിട്ട്, അത് വേണം കേട്ടോ. നമ്മൾ കുറച്ചും കൂടി കംഫർട്ടബിളായി ചെയ്യാൻ പറ്റും. എൻ്റെ അതില്ല ഇപ്പോൾ തൽക്കാലം. അപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ജസ്റ്റ് ഒന്ന് സ്പാച്ചുലേൻ്റെ മേലെ തന്നെ വെച്ചിട്ട് ഫ്ലവർ ചെയ്യാട്ടോ ചെയ്തത്. അത്ര പക്ക ഒന്നും ആവുന്നില്ല. ഞാൻ പറഞ്ഞ ഫ്രോസ്റ്റിങ് കുറച്ച് ലൂസായി വരുന്നുണ്ട്. പുറത്ത് വയ്ക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടും കൂടി ഉണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്താട്ടോ. എന്നിട്ട് ഫോക്ക് വെച്ചിട്ട് ജസ്റ്റ് സ്പാച്ചുലേൻ്റെ ഹെൽപ്പോട് കൂടി അവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 3 റോസ് ഫ്ലവേഴ്സും കൂടി ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഓൾമോസ്റ്റ് സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് സ്പ്രിങ്കിൾസ് ഉണ്ടെങ്കിൽ എന്ത് സ്പ്രിങ്കിൾസ് വേണം ചെയ്യാൻ. ഞാൻ കുറച്ച് സിൽവർ ബോൾസ് ഫ്ലവേഴ്സിന് മുന്നിലേക്ക് വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ഡെക്കറേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിലാണ് ചെയ്യേണ്ടത്. ഓൾമോസ്റ്റ് നമ്മളിവിടെ കേക്ക് സെറ്റായിട്ടുണ്ട്. വെറൈറ്റി കേക്കാട്ടോ, കാരണം ഈ 3 കോമ്പിനേഷനിൽ വരുന്നൊരു കേക്കാണ്. നല്ല ഭംഗിയുള്ള കേക്കാണ്. നിങ്ങൾ എന്താണെങ്കിലും ട്രൈ ചെയ്തൊക്കെ കട്ട് ചെയ്താലൊക്കെ നല്ല ഭംഗിയാണ്. 3 ഫ്ലേവറായിട്ട്